ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ കണ്ണൂർക്ക് പോയതിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ണൂർ പോയപ്പം അവിടെ ഇരിട്ടിയിൽ ഒരു മറൈൻ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വീട്ടിലുള്ള എല്ലാവരും കൂടി അത് കാണാൻ പോയിരുന്നു. ചേച്ചിയുടെ ബ്രദറും അമ്മയും പിന്നെ നമ്മളെല്ലാവരും അങ്ങനെ എല്ലാവരും കൂടി അത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചെന്നപ്പോൾ കുറച്ച് നേരത്തെ പോയി. ഇച്ചിരി നേരത്തെ 5 മണിക്കെങ്ങാണ്ട് ഇത് ഓപ്പൺ ആക്കുള്ളായിരുന്നു. നമ്മളെങ്ങാണ്ട് 3:30 4 മണി എങ്ങാണ്ട് ആയപ്പോഴത്തേക്കും അവിടെ ചെന്നായിരുന്നു. അപ്പം അവിടെ ഒരാൾക്ക് ടിക്കറ്റ് എന്ന് പറയുന്നത് അഡൽറ്റിന് 100 രൂപയും ചൈൽഡിന് 60 രൂപ എങ്ങാണ്ടായിരുന്നു ടിക്കറ്റ് റേറ്റ്. അപ്പം നമ്മൾ ഓപ്പൺ ആക്കുന്നതോടെ വരെ എല്ലാവരും പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ പുറത്ത് പോയി ഒരു നാരങ്ങവെള്ളവും പഴംപൊരിയൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തുറന്നു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഓപ്പണാക്കി എല്ലാവരും കൂടെ അകത്ത് കയറി. കുറേ മീനുണ്ടായിരുന്നു കേട്ടോ. മീനിൻ്റെ പേരൊന്നും എനിക്കറിയാമല്ല. മീനിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പേരൊന്നും അന്നേരം വായിച്ചൊക്കെ നോക്കി, പക്ഷേ നമ്മളങ്ങനെ പേരൊന്നും ഓർത്തിരിക്കത്തില്ലല്ലോ. കുറേ മീനുണ്ടായിരുന്നു, കുഞ്ഞു മീനും വലിയ മീനൊക്കെ ആയിട്ട് കുറേ മീനുണ്ടായിരുന്നു. നമ്മുടെ ഐറു എഫയും എമ്മിയൊക്കെ മീനൊക്കെ കണ്ട് ഐറും എഫും ഒക്കെ ആദ്യമായിട്ടാണല്ലോ അത്ര മീനെ കാണുന്നത്. അപ്പം എല്ലാ മീനൊക്കെ കണ്ട് അവർ വല്ലാണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മീനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു മീനിൻ്റെ പേര് മാത്രം അറിയാം, പിന്നെ അലിഗേറ്റർ ഗാർ അങ്ങനെ ഏതാണ്ടാണ് ഈ ഒരു മീനിൻ്റെ പേര്. ആ ഒരു പേര് മാത്രം വീഡിയോ എടുത്തതിനകത്ത് അതിൻ്റെ പേര് മാത്രമേ റെക്കോർഡായിട്ടുള്ളൂ. ബാക്കി ഒന്നിൻ്റെയും വീഡിയോ എടുത്തപ്പോൾ പേരെടുത്തില്ല. അപ്പം ഈ മീനൊക്കെ എന്ത് നീളമല്ല. ഞാൻ ആദ്യമായിട്ടായിട്ട് ഇങ്ങനത്തെ മീനൊക്കെയാണ്, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ മറൈൻ എക്സ്പോ ഒക്കെ കാണാൻ പോകുന്നത്. അപ്പം എല്ലാവരും കൂടെ പോയപ്പോൾ നല്ലൊരു ജോളിയായിട്ടുള്ള പോക്കായിരുന്നു. ഇത് വേറൊരു സൈസ് മീനാണ്. എന്ത് മീനാണെന്ന് അറിയാൻ പാടില്ല, പേരൊന്നുമില്ല. അപ്പോൾ ചേച്ചി എഫിന് മീനൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എഫിനെ തൊട്ട് നോക്കുന്നത്. എഫിന് പിന്നെ പേടിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഐറുമോള് കുഞ്ഞു മീനെ കണ്ടുകൊണ്ടിരിക്കുക. ഐറുവിൻ്റെ പപ്പ ഐറുവിന് കുഞ്ഞു മീനെ കാണിച്ചു കൊടുക്കുന്ന രംഗം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. ഈ മീനെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇത് കുറേ ഉണ്ടായിരുന്നു. നമ്മൾ കാണുമ്പോൾ ഒരുപാടുണ്ടായിരുന്നു ഈ മീനെ. അപ്പോൾ ഐറു ഇങ്ങനെ നോക്കുമോ സൂക്ഷിച്ച്, ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നായിരുന്നു. വേറെ എന്തോ ഒരു വലിയ മീൻ. എല്ലാ മീനുകളെയും കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. കുറേ മീനുണ്ടായിരുന്നു കണ്ടോ. ഇതിങ്ങനെ റിങ് പോലെ ആക്കി വെച്ചേക്കുന്ന പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും കുറേ മീൻ, 2 സൈഡും ഫുള്ള് മീൻ. വേറെ എന്തോ മീൻ, ഒരുപാട് മീനുണ്ടായിരുന്നു. മീനിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല. കുറേ മീൻ. ചേച്ചി എന്തൊക്കെയോ തട്ടിക്കുട്ടിട്ടു, ചേട്ടയി പുറകെ പോകുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഒരുപാട് മീനുണ്ടായിരുന്നു. എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. അത് നമ്മൾ ആദ്യമേ കണ്ട കുഞ്ഞുമീനെ തന്നെ ആ രംഗത്തേക്ക് ചേച്ചി എത്തിയിട്ടുണ്ട്. ചേച്ചി മീനുകളെല്ലാം ചേട്ടായിയോട് എന്തൊക്കെ പറയാൻ തോന്നുന്നു. നല്ല രസമായിരുന്നു കുഞ്ഞു മീനെ കാണാൻ. എന്ത് രസമാണ്. പല കളറാണ്. എനിക്ക് പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, നീലയുണ്ട്, റോസുണ്ട്. ഈ ഇടയ്ക്ക് എൻ്റെ പ്രൊഫസർ. നല്ല രസമുണ്ടല്ലേ. കുഞ്ഞു മീൻ, തീരെ പൊടി മീനാണ്. പിന്നെ കുഞ്ഞു മീനാണ്. നല്ല രസമായിരുന്നു. നമ്മുടെ ഏബൽ മാമൻ എത്തിയിട്ടുണ്ട് ഐറുമോളെ കൊണ്ട്. ഐറുമോൾ ഇങ്ങനെ നോക്കുക. ക്യാമറ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണ് തുറപ്പിച്ച് നോക്കും. ചിരിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ആ സമയത്ത്. അങ്ങനെ ചിരിക്കത്തൊന്നുമില്ല. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾപ്പിച്ചാൽ വല്ലതും ചിരിച്ചാലേ ഉള്ളൂ. ഐറു ഇങ്ങനെ മീനെയെല്ലാം സൂക്ഷിച്ച് നോക്കുകയാണ്. ക്യാമറ കാണുമ്പോൾ ഐറു അങ്ങനെയാണ് നോക്കിയിരിക്കും. ഐറു അങ്ങനെ മീനെല്ലാം കണ്ടുപോയി. എല്ലാവരും ഫ്രെയിം വന്നു. ചേച്ചി, ഞാനും ചേട്ടായിയും എഫും ഏബലും എല്ലാവരുടെയും ഒരുമിച്ച് യൂണിറ്റി. നമ്മുടെ എമ്മോളിങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. അതുകൊണ്ട് എമ്മോളെ ഫ്രെയിമിൽ കിട്ടാൻ വലിയ പാടാണ്. നമ്മൾ മത്സ്യകന്യകനെ കണ്ടു കേട്ടോ. അവിടെ ഒരു മത്സ്യകന്യക ഉണ്ടായിരുന്നു. ഇതാണ് ചേച്ചിയുടെ മമ്മിയും ചേച്ചിയുടെ ബ്രദറും എല്ലാവരും കൂടെ കൂടിയാണ് നമ്മൾ പോയത്. അപ്പം എഫും മത്സ്യകന്യനെ എടുത്ത് എൻ്റെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. എമ്മോളിങ്ങനെ പേടിച്ച് കൈ കയറിയിരിക്കുക. എമ്മോളിങ്ങനെ പുറത്തോട്ടൊന്നും പോയില്ല. മത്സ്യകന്യക ഭയങ്കര ആക്റ്റീവായിരുന്നു. കുറേ നേരം നമ്മളെടുത്ത് വന്നിട്ട് ഇത് ഉമ്മയൊക്കെ തരുന്നു. കുറേ നേരം കാണിക്കും. കുറേ നേരം താഴെ നിന്ന് കഴിയുമ്പം ശ്വാസം പിടിക്കാനായിട്ട് കയറിപ്പോകും. എഫ് ഭയങ്കര കമ്പനിയായിരുന്നു മത്സ്യകന്യകയായിട്ട്. എഫ് കുറേ നേരം അവിടെ പോയി നിന്നു. മത്സ്യകന്യക കുറേ ഉമ്മയും കൊടുത്തു എഫിന്. എഫിന് പേടി എന്തെന്ന് അറിയത്തില്ലാഞ്ഞിട്ടാണെന്നാണ് തോന്നുന്നു. എഫിന് പേടി എന്തെന്നാ, എഫിന് പേടിയില്ല. എന്ത് കേസും എഫ് പിടിക്കും. എഫിന് ഭയങ്കര ഇഷ്ടമാണ്. എഫ് എല്ലാ കേസും ഏറ്റെടുക്കുമായിരുന്നു കണ്ടോ. എഫ് കുറേ നേരം മത്സ്യകന്യകയുടെ അടുത്ത് പോയി നിന്നു കേട്ടോ. എഫിന് ഏതൊരു കമ്പനിക്ക് ഒരു കൊച്ചിങ് കിട്ടി. വേറെ ആരുടെയോ ഒരു കൊച്ചാണ്. കുറേ നേരം എഫും ആ കൊച്ചും കൂടെ വന്നു. എഫ് കുറേ നേരം നിന്നു. അതിങ്ങനെ കുറേ ഉമ്മയൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് അതിങ്ങനെ പറന്ന് മുകളിലോട്ട് കയറിപ്പോകും. കുറേ നേരം മുകളിൽ നിൽക്കും.
പറന്നല്ല കേട്ടോ, നീന്തി പോയി കുറച്ച് നേരം എയറൊക്കെ പിടിച്ചിട്ട് വീണ്ടും അത് ഇറങ്ങി വരും. അങ്ങനെയായിരുന്നു മത്സ്യകന്യക. നല്ലതായിരുന്നു കേട്ടോ കാണാം. 5 മണി തൊട്ട് 9 മണി വരെ എങ്ങാണ്ട് അതിൻ്റെ ഓപ്പണിംഗ് ടൈം. അത്രയും നേരത്തെ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കണ്ടേ. മത്സ്യകന്യക മാത്രമല്ല, കന്യകന്മാരും ഉണ്ടായിരുന്നു. കന്യകൻ എന്നാണ് പറയുന്നതെന്നറിയില്ല. 2 ബോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അവരും ആ രംഗത്തേക്ക് നമ്മുടെ എമോളും എത്തിയിട്ടുണ്ട്. എമോളും വന്നു. പിന്നെ ചേച്ചി അനിയത്തിയും കൂടി 2 പേരും കൂടിയാണ് കാണുന്നത്. ഇവരും നല്ല രസമായിരുന്നു കേട്ടോ. ഇവരും 2 പേരുണ്ട്. അവർ 2 പേര് ഇവിടെ, തൊട്ടപ്പുറത്ത് നമ്മുടെ മത്സ്യകന്യക. അങ്ങനെ കുറേ നേരത്തേക്ക് നല്ല രസമായിരുന്നു. നല്ല അവരും ഇടയ്ക്ക് കയറിപ്പോവും, എയർ പിടിക്കും, ഇറങ്ങി പിടിക്കും. എഫ് അവരുടെ അടുത്തും കമ്പനിയായി. എഫ് അവർക്കും ഹായ് കൊടുക്കുന്നു, അവർ തിരിച്ച് എഫിന് ഹായ് കൊടുക്കുന്നു, ഉമ്മയെ കൊടുക്കുന്നു. അങ്ങനെ പിന്നെ അവിടെ കുറേ കടയൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മുടെ എമോളിതേ വെട്ടം കത്തുന്ന കണ്ണാടിയൊക്കെ മേടിച്ചു. എനിക്കും മേടിച്ചു, എഫൂനും മേടിച്ചു. എഫ് അതൊക്കെ എൻജോയ് ചെയ്യുക. അയ്യടാ എഫ് ഇങ്ങനെ കൈ നമ്മൾ അടുത്തടുത്ത് വരുമ്പോൾ കൈ ഇങ്ങനെ ഇട്ട് കാണിക്കും. നല്ല രസം കാണാൻ. അത് നമ്മുടെ ആയുർവേദം വെച്ച് നോക്കിയിട്ടോ. ഒരു കുഞ്ഞല്ലേ, കുറേ കടയുണ്ടായിരുന്നേ. എന്തൊക്കെ കുറേ വിത്തുകളെല്ലാം, ചെടിയുടെ വിത്തും പച്ചക്കറി വിത്തും അങ്ങനെ കുറേ വിത്തുകൾ. പിന്നെ നമ്മൾ പണ്ട് കാലം തൊട്ടേ കണ്ടുവരുന്ന മിഠായില്ലേ, കട്ടി മിഠായി, പുളി മിഠായി, നാരങ്ങ മിഠായി, ജീരക മിഠായി, അങ്ങനെ ഒരു പാക്കറ്റ് ഒരു സെറ്റിന് 20 രൂപ. അങ്ങനത്തെ കുറേ മിഠായി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഐസ്ക്രീമും അല്ലാത്ത ഈ കടയൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ഗോബി മഞ്ചൂരി, മറ്റേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നത്, പാനിപ്പൂരിയും അങ്ങനെയൊക്കെ. എഫ് ഐസ്ക്രീമൊക്കെ. അപ്പോൾ എഫിന് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. എഫ് അപ്പയ്ക്ക് ഐസ്ക്രീമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങളൊരു പ്ലേറ്റ് പാനിപ്പൂരിയും മേടിച്ചു, ഒരു പ്ലേറ്റ് കോളിഫ്ലവർ ബജ്ജിയും മേടിച്ചു. നല്ലതായിരുന്നു കേട്ടോ. രണ്ടും നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അതെല്ലാം മേടിച്ച് കഴിച്ചു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.